ഏരൂർ നെട്ടയം ശ്രീനാരായണ ക്ഷേത്രത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് നിയമപ്രകാരം അല്ലെന്ന പരാതിയുമായി ചിലർ പുനലൂർ മുൻസിഫ് കോടതിയെ സമീപിക്കുകയും ഇതേ തുടർന്ന് കോടതി SNDP പുനലൂർ യൂണിയൻ സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏൽപ്പിക്കുകയായിരുന്നു. ജൂലൈ മാസം 13-ാം തീയതി ഈ ശാഖയുമായി ബന്ധപ്പെട്ട ഭരണസമിതി തെരഞ്ഞെടുപ്പിൻ്റെ പൊതുയോഗം നടന്നു. പൊതുയോഗം നടക്കുന്നതിന് മുമ്പ് 4 മേഖലാ കമ്മിറ്റികൾ കൂടുകയും ആ 4 മേഖലാ കമ്മിറ്റികൾ കൂടിയതിന് ശേഷം മുഴുവൻ മേഖലാ കമ്മിറ്റികളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് പൊതുയോഗം നടന്നത്. ആ പൊതുയോഗത്തിൽ 63-നെതിരെ 99 വോട്ടുകൾക്ക് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള പാനൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പരാജയപ്പെട്ട പാനൽ പിന്നിൽ നിന്ന് കളിച്ചുകൊണ്ട്, മുന്നിൽ ശിഖണ്ഡികളെ നിർത്തി കളിക്കുന്നു എന്ന് പറയുന്ന പോലെ മുന്നിൽ ശിഖണ്ഡികളെ നിർത്തി പിന്നിൽ നിന്ന് കളിച്ച് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ഈ തെരഞ്ഞെടുപ്പ് നടന്നത് യൂണിയൻ്റെ അല്ലെങ്കിൽ യോഗത്തിൻ്റെ ബയലാ പ്രകാരമല്ല എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും തുടർന്ന് ഈ ഭരണസമിതിയെ മാറ്റി നിർത്തുകയും ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുകയും ചെയ്തു. ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുക്കുവാൻ ഇവിടെ എത്തിയ സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ ഇവിടെ ഒത്തുകൂടിയത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെറും 15-16 ദിവസത്തെ ഭരണം മാത്രമാണ് ഞങ്ങളിവിടെ നടത്തിയത്. ആ 16 ദിവസം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ നാമാവശേഷമായി കിടന്ന പല ഭാഗങ്ങൾ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം വൃത്തിയാക്കുക, മൈക്കിൻ്റെ ഹോണിൻ്റെ 5 യൂണിറ്റിൻ്റെ റിപ്പയറിംഗ് നടത്തി, മോട്ടോർ കംപ്ലൈൻ്റ് ആയിരുന്നു വെള്ളമടിക്കുന്നത്, അതിൻ്റെ റിപ്പയറിംഗ് നടത്തി, ജൂൺ മാസത്തെ അടക്കം കുടിശ്ശികയുണ്ടായിരുന്ന കഴകത്തിൻ്റെ ശമ്പളമടക്കം ജൂലൈ മാസത്തെ പൂജാരിയുടെയും കഴകത്തിൻ്റെയും ശമ്പളമടക്കം കൊടുത്ത് ഇന്ന് ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണം കൈമാറുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ റെക്കോർഡുകൾ കൈമാറുമ്പോൾ 50,000 രൂപയുടെ വരവും ഏകദേശമാണ് 50,000, കറക്റ്റ് കണക്കല്ല ഞാൻ പറയുന്നത്, 50,000 സംതിങ് ഉണ്ട്, 40,000 സംതിങ് രൂപയുടെ ചെലവും 7,500 രൂപ നീക്കിയിരിപ്പുമുള്ള കണക്ക് അവതരിപ്പിച്ച് 7,500 രൂപ അഡ്മിനിസ്ട്രേറ്ററെ കയ്യോടെ ഏൽപ്പിക്കുകയും ചെയ്തു. മറ്റ് ആരുടെയെങ്കിലും കൈവശം ഇരിക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത്, ആ തുക അന്നേരം തന്നെ കൈമാറുകയും ചെയ്തു. പിന്നെ ഉള്ളത്, ഇനി തുടർന്നുള്ള നാളുകളിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സഹായം ഏത് സമയം വേണമെങ്കിലും ഉണ്ടാകും. ഞങ്ങൾ ഭരണസമിതിക്ക് പുറത്തുപോയി എന്ന് വിചാരിച്ച് ഈ ക്ഷേത്രത്തിലേക്കുള്ള വരവോ ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സംഭാവനകളോ ഈ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള സഹായങ്ങളോ ഇല്ലാതെയാകില്ല. ഞങ്ങൾ തുടർന്നും ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കോടതി നിരീക്ഷണത്തിൽ വീണ്ടും ഒരു ഇലക്ഷനിലൂടെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും വരെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരും. വോട്ടവകാശം ഉള്ളവരാണ് കോടതിയിൽ കേസിന് പോയത്. അതിന് മറ്റാരുടെയും സഹായം കൊണ്ട് പോയതല്ല. അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ലീഗലായിട്ടല്ല, ഇല്ലീഗലായിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് അവർ കോടതിയെ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോടതി ഉത്തരവിട്ടു യൂണിയൻ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏറ്റെടുക്കാനും 13-ാം തീയതി തിരഞ്ഞെടുത്ത ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ഇലക്ഷൻ ലീഗലായി നടത്താനും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ആ സ്ലിപ്പ് കൊടുത്ത് കോടതിയുടെ അറിവോടുകൂടി ഇലക്ഷൻ നടത്തി പുതിയൊരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്നവിടെ ഈ ഒരു ചടങ്ങ് നടന്നത്. യൂണിയൻ സെക്രട്ടറി കൈമാറുമ്പോൾ അവിടെ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. 13-ാം തീയതി ഭരണം ഏറ്റെടുത്തു, ഇന്നിപ്പോൾ 3-ാം തീയതി കൈമാറുമ്പോൾ 50,000 രൂപ വരുമാനം ക്ഷേത്രത്തിനുണ്ടായി, അതിൽ 42,500 രൂപ ചിലവായി, 7,500 രൂപ മിച്ചം വന്നു എന്ന് സെക്രട്ടറി അവിടെ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് യൂണിയൻ അത് കൈമാറുകയുണ്ടായി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എല്ലാ രാമായണ മാസവും 10,000, 15,000, 20,000 രൂപയുടെ മിച്ചം വരുന്ന കണക്കുകളാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. 2 വായനക്കാരെ അമ്പലത്തിൽ വെച്ചാണ് വായിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മിച്ചം വരുന്ന പൈസ എല്ലാ മാസവും 10,000, 20,000 രൂപ, 15,000 രൂപയൊക്കെ അവിടെ രാമായണ മാസത്തിൽ കിട്ടുന്ന ഒരു രീതിയാണ് മുൻപ് കണ്ടിട്ടുള്ളത്. ഇന്ന് അവർ പറഞ്ഞ ഈ ഞങ്ങൾ നടത്തി വിശാലമായിട്ടൊക്കെ ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് എത്ര രൂപ മിച്ചം വന്നു എന്ന് പറഞ്ഞത് അതിലൊരു അവാസ്തവമുണ്ട്. കാരണം കഴിഞ്ഞ ഭരണസമിതി പോകുമ്പോൾ
പിറ്റേ മാസത്തേക്കുള്ള മിക്ക നിത്യോപയോഗത്തിലുള്ള സാധനങ്ങളും അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതൊന്ന്. മറ്റ് സാധന സാമഗ്രികളൊന്നും തന്നെ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് അങ്ങനെ ഒരു ചിലവ് വരുന്നില്ല. 2 മാസ വായനക്കാരെ വെക്കുന്നിടത്ത് ഇപ്പോഴത്തെ സെക്രട്ടറി പൈസ, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ, പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വായിക്കുകയുണ്ടായി. അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 15 ദിവസം പൈസ വാങ്ങാതെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വരും ഏതാണ്ട് 12,000 രൂപ. അപ്പോൾ 7,500 വന്നാൽ പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു വലിയ കണക്കും ഒരു സംഭവമൊന്നുമല്ല. ജില്ലാ വിഷൻ, കൊല്ലം.